എല്ലാവർക്കും സ്വന്തമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഒത്തിരി നാളായി നല്ല വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം പനിയായി കിടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് നാളെ ഒരാഴ്ചയൊക്കെ ഡിസ്റ്റൻസ് വന്നപ്പോൾ എനിക്ക് തന്നെ ടെൻഷനായി തുടങ്ങി. അപ്പം നമ്മൾ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇപ്പം തന്നെ ശരീരത്തിലോട്ട് വയ്യ, എന്നിരുന്നാലും നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുവാണ്. എൻ്റെ ഇന്നത്തെ സബ്ജക്റ്റ് പ്രണയത്തെക്കുറിച്ചാണ്. പ്രണയത്തെക്കുറിച്ച് പറയാൻ മാത്രം എന്താണെന്നുള്ളത് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പ്രണയിക്കാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരുടെയും ഒരു സ്നേഹമൊക്കെ മനസ്സിൽ കാണും. എന്നോട് ചോദിച്ചാൽ ഞാൻ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളത് വിശ്വസിക്കില്ല, കള്ളമാണെന്ന് മനസ്സിലാവും. പ്രണയിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ആരും എന്നോട് ഇഷ്ടമാണെന്ന് ഇതുവരെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. സത്യമാണ്. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിനോ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്കിഷ്ടം തോന്നുന്ന ആൾക്കാർ ഒക്കെ കാണും. അപ്പോൾ നമുക്കിപ്പോൾ അവരോട് നിന്ന് തുറന്നു പറയാൻ പറ്റില്ലല്ലോ നമുക്കിഷ്ടമാണെന്നൊക്കെ. അങ്ങനെ മനസ്സിൽ പ്രണയം തോന്നിയിട്ടുണ്ടെന്നല്ലാതെ സ്നേഹിച്ചിട്ടൊന്നുമില്ല, ആരും ഇഷ്ടം പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷെ പ്രണയത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു കൂട്ടുകാരിയുണ്ട്. കൂട്ടുകാരുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ ഡിഗ്രിയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തേർഡ് ഇയറിൽ ഡിഗ്രിക്ക് ഒരു പേപ്പർ പോയി. പിന്നെ ഞാൻ എഴുതാൻ നിന്നില്ല, കാരണം സിലബസ് മാറി. പിന്നെ ഞാൻ തിരിഞ്ഞു പഠിച്ചു, IT-ക്കൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ്ങിനെ പഠിച്ചായിരുന്നു കൊല്ലത്ത്. അപ്പോൾ കൊല്ലത്ത് ഫാഷൻ ഡിസൈനിങ് എന്നോട് പഠിച്ചൊരു കൂട്ടുകാരുണ്ടായിരുന്നു. അയാൾ മാത്രമല്ല, ഫ്രണ്ട്സായിട്ട് അയാൾ മാത്രമല്ല, ഒത്തിരി കൂട്ടുകാരികളുണ്ട്. അപ്പോൾ നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ട് അവിടുത്തെ മാം ഞങ്ങൾക്ക് ജോലിയൊക്കെ ഓഫർ ചെയ്തു. തിരുവനന്തപുരത്ത് ഒരു കിൻഫ്ര പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ നമുക്ക് ജോലി ശരിയാക്കി. കുറച്ച് പേർക്ക് എറണാകുളത്തുള്ളൊരു ടെക്സ്റ്റൈൽസിൽ, അതിപ്പോൾ ആ ഷോപ്പില്ല, അന്ന് നല്ല പ്രസിദ്ധമായി തുടങ്ങിയതേ ഉള്ളായിരുന്നു. അവിടെ കുറേ പേർക്ക് ഇൻ്റർവ്യൂയിലൂടെ എടുത്തു. ആ ഇൻ്റർവ്യൂവിലൊന്നും നമുക്ക് കിട്ടിയില്ല, കാരണം നിറയെ ആൾക്കാർ സെലക്ട് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് പേർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ആ കിട്ടാത്ത കൂട്ടത്തിൽ ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ ജോബ് കിട്ടാത്തതുകൊണ്ട്, എറണാകുളത്തേക്ക് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് കിൻഫ്ര പാർക്കിൽ നമുക്ക് ജോലി ശരിയാക്കി. അപ്പോൾ എല്ലാം ടെക്സ്റ്റൈൽ ഷോപ്പാണ്. ഡ്രസ്സിങ്, പാക്കിങ്, പിന്നെ സ്റ്റിച്ചിങ്, അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ഡ്രസ്സുകൾ, പലതരം മോഡൽ കുർത്തകൾ ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ്. അവിടേക്ക് ജോലിക്ക് ഞങ്ങൾ കുറച്ച് പേർക്ക്, ആ ഗ്രൂപ്പിൽ പഠിച്ച കുറച്ച് പേർക്ക് തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾക്ക് ജോലി കിട്ടി. അപ്പോൾ ഞങ്ങളവിടെ ഡെയിലി പോയി വരാം. വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകണമെങ്കിൽ ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂർ ഒക്കെ ട്രെയിനിൽ യാത്ര ചെയ്യണം. അപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ജോബ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ട്രെയിനിൽ വരുവാണെങ്കിൽ നമുക്ക് പാടാണ്. രാവിലെ എഴുന്നേറ്റ് വരണം. വൈകുന്നേരം 5 മണി വരെ ഓഫീസ് ടൈമുണ്ട്. വീട്ടിൽ വരുമ്പോഴത്തേക്കും ഞങ്ങൾ നല്ല ടയേർഡായിരിക്കും. രാത്രി 8 മണി ഒക്കെ ആവും. ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങി ഉടനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ജോലിക്ക് നമുക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു, കുറച്ച് പേര് നമുക്ക് ഹോസ്റ്റലിൽ താങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ഹോസ്റ്റലിൽ, കമ്പനി വക തന്നെ ഹോസ്റ്റലിൽ താമസിച്ചു. ഹോസ്റ്റലിൽ താമസിച്ചപ്പോൾ ഞങ്ങളുടെ റൂമിലുള്ള നമ്മൾ കുറച്ച് പാർട്ടീസ്, എൻ്റെ കൂടെ പഠിച്ച കുറച്ച് കുട്ടികളുണ്ട്, പിന്നെ വേറെ സ്ഥലത്ത് നിന്ന് കുറച്ച് കുട്ടികളുണ്ട്. എല്ലാവരോടും ചേർന്നിട്ട് ഹോസ്റ്റലിൽ ഒരു റൂമിലായിരുന്നു, വലിയ റൂമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ കൂട്ടുകാരി, നമ്മളൊരേ ബെഡിലാണ്. ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സായി. അതുപോലെ തന്നെ അവളെ കൂടെ തന്നെ ഞങ്ങൾക്ക് നിറയെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. എന്നിരുന്നാലും ഇതും കൂട്ടത്തിലൊരു ഫ്രണ്ടാണ്. പക്ഷേ അവളെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അവളുടെ പ്രണയമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കൊല്ലം കഴിഞ്ഞിട്ട് ഓയിൽ എന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ആ കൂട്ടുകാരുടെ വീട്. അവളുടെ വീട്ടിൽ തന്നെ അവളുടെ അമ്മയും അവളുടെ അച്ഛനുണ്ട്, പിന്നെ ഒരു അണ്ണനുണ്ട്. അണ്ണൻ കല്യാണം കഴിച്ചു, ഭാര്യയുണ്ട്. അപ്പോൾ അവളുടെ അച്ഛന് ഇത്ര
ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്തൊരു ഫാദറാണ്. അവളെ കല്യാണം കഴിപ്പിക്കണമെന്നോ അങ്ങനെയുള്ളൊരു മൈൻഡുള്ള ഒരാളല്ല. അപ്പോൾ അവൾക്ക് അതിൽ നിന്നൊക്കെ മോചനം ആ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്തതുകൊണ്ടായിരിക്കും ഒരു പയ്യനോട്ട് അടുപ്പത്തിലായി. അപ്പോൾ അവൾ ഹിന്ദുവാണ്, പയ്യൻ മുസ്ലിമാണ്. അപ്പോൾ നല്ല നല്ല ബന്ധമായിരുന്നു, നല്ല സ്നേഹത്തിലൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഇവിടെ രാത്രി ഫോൺ ചെയ്യുകയും പിന്നെ നല്ല നല്ല ഒരു റിലേഷൻഷിപ്പായിരുന്നു. അപ്പം ആണിനുമായിട്ട് ഞങ്ങൾ നല്ല കമ്പനിയായി. മിക്ക സൺഡേകളിലും ഞങ്ങൾക്ക് ലീവാണ് സൺഡേ. മിക്ക സൺഡേകളിലും ഞങ്ങൾ ഇങ്ങനെ കറങ്ങാനൊക്കെ പുറത്ത് പോകുമായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരുടെയും ബീച്ചിലൊക്കെ പോകും. വരുമ്പോഴത്തേക്കും വൈകുന്നേരം റൂമിൽ വരുമ്പോഴത്തേക്കും ഈ ചേട്ടൻ ഹോസ്റ്റലിൽ കാണാൻ വരുമായിരുന്നു. അപ്പം വരുമ്പോഴത്തേക്കും നമുക്ക് നിറയെ ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരും. റൂമിലുള്ള എല്ലാവർക്കും മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഒക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴും ഇവിടെ ഒരു ദിവസം നല്ല കിടന്ന് കരയുന്ന കണ്ടു. അങ്ങനെ റൂമിൽ നിന്ന് ഒരേ കരച്ചിലായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം കാര്യം ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. പിന്നീട് വിശദമായിട്ടൊക്കെ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ചേട്ടൻ ഒരു കേസിൽപ്പെട്ട് ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുകയാണ്. കേസ് എന്താണെന്ന് പറയുന്നില്ല, അത് ചെറിയൊരു കേസാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ ആൾക്ക് നല്ല വിഷമമുണ്ട്. നമ്മളപ്പോൾ അവളെക്കുറിച്ച് ഓർത്തിന് ഇവളുടെ ഭാവി എന്താ, ഇവളിങ്ങനെയുള്ള ഒരാളെയാണല്ലോ സ്നേഹിച്ചതെന്ന് വെച്ചിട്ട് ഞാനൊക്കെ വിചാരിച്ചു സത്യം ചേട്ടൻ ഇവളെ വഞ്ചിക്കുകയാണ്, ഇവള് കേട്ടതൊന്നും ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചു. ഉറപ്പായിട്ടും ഞങ്ങളെ കുറച്ച് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ, കല്യാണം കഴിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് നല്ല പേടിയായി. അപ്പം ഞങ്ങൾ പറഞ്ഞു നീ ഇതിൽ നിന്ന് ഈ ബന്ധത്തിൽ നിന്ന് മാറുന്നതായിരിക്കും നിനക്ക് നല്ലത്, നിൻ്റെ ലൈഫിന് നല്ലത്, നീ അത് ആ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവൾ ഉറച്ചു തന്നെ നിന്ന് കല്യാണം കഴിക്കുന്നെങ്കിൽ ഈ ചേട്ടനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് വെച്ചിട്ട്. അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സ്നേഹത്തിന് കണ്ണില്ല, പ്രേമത്തിന് കണ്ണില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അവളതിൽ തന്നെ ഉറച്ചു നിന്നു. എന്ത് വന്നാലും ഞാൻ ചേട്ടനെ കല്യാണം കഴിക്കും. പക്ഷേ ഇപ്പോഴത്തെ ആ ചേട്ടൻ്റെ നിലപാട് എന്താണെന്ന് അറിയണം. അപ്പോൾ ജയിലിലാണ് ആൾ. ആ ചേട്ടൻ്റെ നിലപാട് എന്താണെന്ന് അറിയണം. അവൾക്ക് ജയിലിൽ പോയേ പറ്റൂ, ചേട്ടനെ കാണാൻ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ നിമിഷം ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. ഞങ്ങൾക്കൊന്നും പറ്റില്ല. നമ്മൾ ഒരുപാട് നിർബന്ധിച്ചു ഇതിൽ നിന്ന് മാറാം. അവൾ മാറിയതേ ഇല്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ വീട്ടിൻ്റെ അടുത്തൊരു ശിവക്ഷേത്രത്തിൽ ഉത്സവം വന്നു. അപ്പോൾ നമ്മളെല്ലാവരും വിളിച്ച് നമുക്ക് ഉത്സവത്തിന് പോകണം. ആ വഴി അവളുടെ ഉദ്ദേശം ആ ചേട്ടനെ കാണാൻ പോകാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോകാൻ തീരുമാനിച്ചു. അവളുടെ വീട്ടിൽ ചെന്ന് അവളുടെ അമ്മയും അണ്ണൻ്റെ ഭാര്യയൊക്കെ പരിചയപ്പെട്ടു. നല്ല കമ്പനിയായി. 2 ദിവസം അവിടെ നിന്നു. തിരികെ പോരാൻ നേരത്ത് നമ്മളെ കൂടെ റൂംമേറ്റ്സ് എല്ലാം തിരികെ പോയി. എന്നോട് പറഞ്ഞു നമുക്ക് കൊല്ലം വരെ ഒന്ന് പോകണം, കൊല്ലത്തെ ജയിലിലാണ് ചേട്ടൻ കിടക്കുന്നത്, നമുക്ക് കൊല്ലം വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കത് വേണ്ട, എനിക്ക് പേടിയാവുന്നെന്ന് പറഞ്ഞു. അപ്പം നീ വരണ്ട, എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ടായി നിന്നാൽ മതി, ഞാൻ പോയി കണ്ടോളാം, എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ശരി എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് എന്നെ കൊല്ലം ബസ് സ്റ്റാൻഡിലിരുത്തി. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലിരുത്തിയിട്ട് ഇവള് ഓട്ടോ പിടിച്ച് ആ ചേട്ടനെ കാണാൻ ജയിലിൽ പോയി. എനിക്ക് നല്ല അതിശയായി. അവള് ഇത്രയ്ക്കും ധൈര്യമുണ്ട്. അപ്പം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറത്തില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണല്ലോ ധൈര്യത്തോടെ പോയത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും പോലീസുകാരൊക്കെ നല്ല സന്തോഷത്തോടെ സ്വീകരിച്ചത് അവളെ. എന്നിട്ട് പറഞ്ഞു എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ജയിലിലൊക്കെ വരെ പാടുണ്ടോ. അപ്പോൾ എനിക്ക് ചേട്ടനോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ചെന്ന് കണ്ടു. അപ്പോഴാണ് ആ ചേട്ടൻ അവളുടെ ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലായത്. അങ്ങനെ അവൾ എന്ത് പറഞ്ഞു, അവളോട് എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് മറക്കാൻ പറ്റത്തില്ല, എന്താണ് ഉദ്ദേശം, എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ആ ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇല്ല, എന്തായാലും ഇപ്പം ഇത്രയൊക്കെ ആയി ഈ ഒരു അവസ്ഥയിൽ ആ ചേട്ടനെ കൈവിടാതെ വന്നതുകൊണ്ടായിരിക്കാം, അറിയില്ല, അല്ലെങ്കിൽ അവരുടെ ബന്ധം നല്ല ആഴം കാണുമായിരിക്കും, നിന്നെ അല്ലാതെ വേറെ ആരും ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് ഉറപ്പ് കൊടുത്തു. അങ്ങനെ അവൾ നല്ല സന്തോഷത്തോടെ ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാ പോലീസുകാരും നല്ല എണ്ണം അവരോട് പറഞ്ഞു വേഗം കേസൊക്കെ തീർത്ത് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വേഗം കല്യാണം നടത്തണം, പിന്നെ എന്തായാലും ഇത്ര സ്നേഹമുള്ളൊരു പെൺകുട്ടിയല്ലേ, അങ്ങനെ നല്ല സ്നേഹമായിരുന്നു. പിന്നെ ആ ചേട്ടനോട് പോലീസുകാർക്ക് നല്ല സ്നേഹമായിരുന്നു പറയുന്നത് കേട്ടു. തിരികെ അവൾ നല്ല സന്തോഷത്തോടെ വന്നു. ഞാൻ അതിശയത്തോടെ അവളെ നോക്കി.
നമ്മളൊക്കെ ആണെങ്കിൽ പോവില്ല, ഇങ്ങനെ ജയിലിലൊക്കെയാണ് നമ്മൾ പോട്ടെ, നമുക്ക് ഈ ഒരു ബന്ധമല്ലേ വേറെ ബന്ധം അന്നുള്ള മൈൻഡ് നമ്മൾ കളയും. അങ്ങനെ തിരിച്ച് റൂമിൽ വന്നു. ആ കേസൊക്കെ കഴിഞ്ഞു. ചേട്ടൻ ജാമ്യമെല്ലാം കിട്ടി പുറത്തിറങ്ങി. ഇപ്പം ആ ചേട്ടൻ പിന്നെ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ആ ജോലി കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരും ജോലി നിർത്തിപ്പോയി. കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് നമുക്കൊക്കെ ജോലി മടുത്തിട്ടാണ് നിർത്തിപ്പോയത്. പിന്നെ അവളെക്കുറിച്ചൊരു വിവരമില്ലായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്നെ ഒരു ഫോൺ ചെയ്തു. അവളുടെ കല്യാണം കഴിഞ്ഞു. കൊല്ലത്ത് ഒരു കടപ്പുറത്ത് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങൾ 2-3 ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമ്മൾ പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ വീട്ടിലും കയറ്റിയില്ല, ചേട്ടൻ്റെ വീട്ടിലും കയറ്റില്ല. ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ മതം വേറെയാണ്, അവളുടെ വീട്ടിലും കയറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ 2-3 ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി കാണാൻ കടപ്പുറത്ത് ചെന്നപ്പോഴത്തേക്കും ഒരു കോളനി പോലത്തെ സ്ഥലമാണെങ്കിലും നല്ലൊരു കുഞ്ഞൊരു വീട്. അവളോടെ നല്ല സന്തോഷത്തോടെ ചേട്ടനോടെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ ചേട്ടൻ അടുത്ത കടപ്പുറമാണ് പോയി വലിയ കൊഞ്ച്, ഞണ്ട്, വലിയ മീൻ ഒക്കെ മേടിച്ചിട്ടുണ്ടെന്ന്. നല്ല സന്തോഷമായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നി. ഇങ്ങനെയുള്ള ചേട്ടനാണ്. വർക്ക്ഷോപ്പ് അടുത്താണ് കേട്ടോ ആ ചേട്ടൻ. പിന്നെ വർക്ക്ഷോപ്പ് പിന്നെ നല്ലവണ്ണം പുരോഗമിച്ച് നല്ല ഡെയിലി ജോലിക്ക് പോയി നല്ലവണ്ണം നല്ല കുടുംബം നോക്കി. അങ്ങനെ ഞങ്ങൾ ചെയ്തപ്പോൾ നല്ലവണ്ണം ഞങ്ങൾ നല്ല ട്രീറ്റ് ചെയ്തു, നല്ല ഫുഡൊക്കെ തന്നു. കപ്പയും കൊഞ്ചും ഒക്കെ ആയിട്ട് നല്ലൊരു യാത്രയായിരുന്നു അത്. ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങളോട് പറഞ്ഞിട്ട് വീട്ടിൽ പോരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ അവളിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് അവളുടെ ചേട്ടൻ്റെ വീട്ടിൽ അവളെ കയറ്റിയെന്ന് പറഞ്ഞു. പിന്നെ അവൾ മതം മാറി പേരും മാറ്റി. ഇപ്പം മുസ്ലിമാണ്. ആൾ പുറത്തേക്ക് ഇട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. സന്തോഷമായി. ആദ്യത്തെ ഒരു മോള് പെങ്കൊച്ച്, പിന്നെ രണ്ടാമത്തത് അത് എന്താണെന്നോ അറിയില്ല. അതിനുശേഷം പിന്നെ ഞങ്ങൾ പിന്നെ നല്ല കണക്റ്റ് അല്ല, കാരണം എൻ്റെ നമ്പരൊക്കെ പോയി. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്ന ആ സമയത്തുള്ള അവസ്ഥ, ഒരു പെങ്കൊച്ചുണ്ട്. പിന്നെ അവളുടെ ചേട്ടൻ്റെ ഉമ്മയോടും ചേട്ടൻ്റെ പെങ്ങളോട് എല്ലാവരും പർദ്ദയിട്ടേക്കുന്നത്. പർദ്ദയൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോയൊക്കെ അയച്ചു തന്നു. വീടൊക്കെ നല്ല വലിയ വീടാണ്, 2 നില വീടൊക്കെയാണ്. നല്ല സാമ്പത്തികമുള്ള ചേട്ടനാണ്. നല്ല സന്തോഷത്തോടെ ഇപ്പോൾ കഴിയുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോ അവൾ കാണുകയാണെങ്കിൽ എനിക്ക് ഒരു മെസ്സേജ്, ഹായ് എന്നൊരു മെസ്സേജ് അയക്കണം. എങ്ങനെയായാലും കോണ്ടാക്റ്റ് ചെയ്യണം പ്ലീസ്. എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. എന്തായാലും നല്ല ജീവിതമായിരിക്കും. അന്നത്തെ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ജീവിതമായിരിക്കും. നല്ല ജീവിതം ആയിരിക്കട്ടെ എന്ന് ആശ. അവളെപ്പോലെ മനസ്സുള്ള ചുരുക്കം ചിലരെ കാണും. ഇപ്പോഴത്തെ കാലത്ത് ഈ സ്നേഹം അതൊക്കെ വലിയ ചുമ്മാതെയാണ്. എന്നിരുന്നാലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുമുണ്ട്, ആണുങ്ങളിലും ഉണ്ട് പെണ്ണുങ്ങളിലും ഉണ്ട്. അപ്പോൾ എന്തായാലും സ്നേഹിക്കുന്നവരും ഇനി സ്നേഹിക്കാതിരിക്കുന്നവർക്കും ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി.